തോടന്നൂരിൽ വീടിനു നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ UDF അപവാദ പ്രചരണങ്ങൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗവും പ്രകടനവും നടത്തി. UDFന്റെ കള്ളപ്രചരണങ്ങൾക്കും അക്രമം അഴിച്ചുവിടാനുമുള്ള ആഹ്വാനത്തിനുമെതിരെയായി നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന തോടന്നൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കലാപം സൃഷ്ടിച്ച് നേട്ടം കൊയ്യാമെന്ന UDFന്റെ ശ്രമമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വിജയൻ അധ്യക്ഷനായി. PK ദിവാകരൻ, അഭിജിത്ത് കോറോത്ത്, K. നാരായണൻ, മഹേഷ് പയ്യട, MT രാജൻ, സുധീഷ് കരുവാണ്ടി, M. നാരായണൻ, TK വേണു, KK ശങ്കരൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളമാകെ ഒരു കലാപ കുലുഷിതമായ പ്രദേശമായി വളരെയേറെ ഐക്യത്തിൽ കഴിയുന്ന ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമോ എന്നുള്ള വലിയ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സൃഷ്ടിയാണ് തോടന്നൂരിലെ ഈ ബോംബ് ആക്രമണം. പ്രത്യേകിച്ച് അത് തുടങ്ങി വെക്കുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം നമ്മളിവിടെയുള്ളൊരു നേതാവും വേറെ ചില ഗുണ്ടകളും കൂടി മന്ത്രിക്ക് നേരെ അതിക്രമിച്ച് കടന്ന് ആക്രമിച്ചു, അവർക്ക് പരിക്കേൽപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. പിന്നെ ഇവിടെ ആയിരിക്കും നേരെ ബോംബെറിയേണ്ട ഒരാവശ്യവും ഇടതുപക്ഷ മുന്നണിക്കില്ല. എന്തിനാണ് വീണ ജോർജിനെ ഇങ്ങനെ ആക്രമിക്കുന്നത്? 2-3 ദിവസം പത്തനംതിട്ടയിൽ അവരുടെ നാട്ടിൽ അവരുടെ വീട്ടിൽ ചീമുട്ടയേറും കല്ലേറും അവസാനം റെയ്ത്ത് വെപ്പും ഒക്കെ നടത്തിയിട്ടാണ് UDF പിന്മാറിയത് എന്നുള്ള കാര്യവും നമ്മൾ കാണേണ്ടതുണ്ട്.